നമസ്കാരം. ഈ IPL ഏറ്റവും നിർണായകമാകുന്നത് ഇന്ത്യയുടെ ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിനാണ്. മോശം പ്രകടനത്തെ തുടർന്ന് T20യിലെ സ്ഥാനം പൂർണ്ണമായും നഷ്ടമായ ഗില്ലിന് IPL ആയിരുന്നു അവസാനത്തെ പിടിവള്ളി. ലോകകപ്പ് ടീമിൽ പോലും സ്ഥാനം കിട്ടാതെ പോയ ടീമിലെ A ഗ്രേഡ് താരത്തിൽ നിന്ന് ഇനിയും അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള നിരാശാജനകമായ പ്രകടനമാണ് ഈ IPL ആദ്യ സീസണിലെ മത്സരത്തിൽ തന്നെ കാണിച്ചു തന്നിരിക്കുന്നത്. പഞ്ചാബിനെതിരെ സ്ലോ ഇന്നിംഗ്സ് ആണ് ഗില്ല് കാഴ്ചവെച്ചിരിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ഗില്ല മോശം സ്ട്രൈക്ക് റേറ്റ് കാരണം നേരത്തെ ഇന്ത്യൻ T20 ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ്. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ റോളിൽ നിൽക്കവെയാണ് കഴിഞ്ഞ ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയത്. T20 ലോകകപ്പിൽ നിന്നും പുറത്താക്കിയപ്പോൾ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ വായടപ്പിക്കാൻ IPL ആദ്യ കളിയിൽ തന്നെ കിടിലനൊരു ഇന്നിംഗ്സ് ശുഭ്മാൻ ഗില്ലിന് ആവശ്യമായിരുന്നു. പക്ഷേ പഴയ T20 ബാറ്റിംഗ് ശൈലിയിൽ നിന്നും അല്പം പോലും താൻ മുന്നോട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം കാണിച്ചു തരികയായിരുന്നു. 39 റൺസാണ് ഗില്ല് എടുത്തത്. ഇതിന് പിന്നാലെ ക്രീസ് വിട്ടു. ഇതിനു വേണ്ടി 27 ബോളുകളാണ് അദ്ദേഹം കളിച്ചത്. 6 ഫോറുകൾ അടിച്ചിരുന്നു എങ്കിലും ഒരൊറ്റ സിക്സർ പോലും ഗില്ലിന്റെ ഭാഗത്ത് അല്ലെ ഗില്ലിന്റെ ഇന്നിംഗ്സിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നത് പരിതാപകരം തന്നെയാണ്. 144 എന്ന അത്ര മികച്ചതല്ലാത്ത സ്ട്രൈക്ക് റേറ്റ് ആണ് ഗില്ല് നേടിയത്. തന്റെ സ്ഥിരം ശൈലിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും മോശം പന്തുകളിൽ ഫോറുകളും അടിച്ചാണ് ഗില്ല് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യ 2 ബോളിൽ ഓരോ സിംഗിളുകളെടുത്ത അദ്ദേഹം തുടർന്നുള്ള 2 ബോളിൽ തുടരെ 2 ഫോറുകളും അടിച്ചു. തുടർന്നും ഇതേ ശൈലിയിൽ തന്നെ ബാറ്റ് വീശിയ ഗില്ല് പവർ പ്ലേയുടെ ആനുകൂല്യം മുതലാക്കാനുള്ള ഒരു ശ്രമം പോലും നടത്തിയതുമില്ല. 5 ഓവറിനിടെ തുടർച്ചയായി 6 പന്തിൽ ഒരു ഫോറ് പോലും ഗില്ലിന്റെ ബാറ്റിൽ നിന്ന് പിറന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഏകദിന ശൈലിയിലുള്ള സ്ലോ ബാറ്റിംഗ് കാഴ്ചവെച്ച ശേഷം ക്രീസ് വിട്ട ശുഭ്മാൻ ഗില്ല് വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗില്ലിന്റെ ഈ ഒരു നിറമങ്ങിയ പ്രകടനം കാരണമാണ് വലിയ ടോട്ടലിലേക്ക് ഗുജറാത്ത് എത്താത്തതെന്നും പരിഹാസമുണ്ട്. ഈ IPL സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് ഗില്ല് ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു. ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചെത്തുമെന്നും അതിനായുള്ള ശ്രമമെല്ലാം IPL നടത്തുകയാണെന്നുമെല്ലാം ഗില്ല് പറഞ്ഞിരുന്നു. മാത്രമല്ല തന്റെ പ്രകടനം എങ്ങനെയെന്ന് ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നും ഗില്ല് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ഇതും വലിയ വിവാദത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ സീസണുകളിൽ IPL ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് താനാണ് എന്നും അതുകൊണ്ട് തന്നെ തന്റെ മൂല്യം ആരുടെയും മുന്നിൽ തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നുമായിരുന്നു ഗില്ലിന്റെ വാദം. ഒരു ബാറ്റർ എന്ന നിലയിൽ താനും നന്നായി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തന്റെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് താൻ കരുതുന്നില്ല എന്നായിരുന്നു ഗില്ലിന്റെ പ്രതികരണം. ഈ പ്രതികരണത്തിന് വലിയ വിമർശനങ്ങളായിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായത്. ഇന്ത്യയുടെ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ഗില്ലിനായിരുന്നു അടുത്ത നായകസ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ സഞ്ജുവിന്റെ പ്രകടനം കൊണ്ട് T20 ഫോർമാറ്റിന്റെ ചിത്രത്തിൽ നിന്ന് തന്നെ ഗില്ല് ഇല്ലാതായ അവസ്ഥയാണ്. ഇതിനു പുറമെയാണ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഗില്ല് പുലിവാലിൽ പിടിച്ചതും. ചിത്രത്തിൽ സഞ്ജു ഇല്ലാതിരുന്നത് വിവാദങ്ങൾക്ക് മൂർച്ച കൂട്ടി. ലോകകപ്പിൽ തന്റെ പകരക്കാരനായി എത്തി സഞ്ജു തിളങ്ങിയതിൽ ഗില്ലിന് അമർഷമുണ്ടായി എന്ന തരത്തിൽ പോലും ചർച്ചകൾ വന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ മികവുകളെ കുറിച്ച് മാത്രം പറഞ്ഞ് ഗില്ല് പുതിയ വിവാദത്തിൽ എത്തിയത്. അതിനുശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു പഞ്ചാബിനെതിരെ നടന്നത്. അതിലാണ് നിറമങ്ങിയ പ്രകടനം കാഴ്ചവെച്ച ഗില്ലിന് തലകുനിച്ച മടങ്ങേണ്ടി വന്നത്. ഇത്തരമൊരു പ്രകടനമായിരുന്നില്ല ഗില്ലിൽ നിന്ന് ആരാധകരടക്കം പ്രതീക്ഷിച്ചത്. ഇനി ഇന്ത്യയുടെ T20 ടീമിലേക്ക് മടങ്ങിയെത്തുക ഗില്ലിനെ സംബന്ധിച്ച വളരെ പ്രയാസകരം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാണ് നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ ഓപ്പണർമാർ. ഇതിൽ സഞ്ജുവിനെയും അഭിഷേകിനെയും പെട്ടെന്ന് ഇന്ത്യ മാറ്റാൻ ശ്രമിക്കുകയില്ല. അഭിഷേക് ശർമ്മയുടെ സമീപകാല പ്രകടനങ്ങൾ അല്പം മോശമാണ്. ഹാട്രിക് ഡക്കടക്കം T20 ലോകകപ്പിൽ നേരിട്ട അഭിഷേക ഇത്തവണത്തെ IPL ആദ്യ മത്സരത്തിലും കാര്യമായ പ്രകടനമൊന്നും നടത്താൻ സാധിക്കാതെയാണ് മടങ്ങിയത്. അഭിഷേകിന്റെ സീറ്റിലേക്ക് കണ്ണുനട്ടാണ് വൈഭവ് സൂര്യവംശിയുള്ളത്. 15 വയസ്സ് പൂർത്തിയായതോടെ വൈഭവിന് ഏത് നിമിഷവും ഇന്ത്യയുടെ സീനിയർ ടീമിനൊപ്പം കളിക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ വൈഭവിന് ഇന്ത്യ അവസരം നൽകിയാലും അത്ഭുതപ്പെടാനില്ല. അവസാന സീസണിലെ വെടിക്കെട്ടിന് പുറമെ തന്നെ ഇത്തവണത്തെ IPL ആദ്യ മത്സരത്തിൽ തന്നെ 15 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് വൈഭവ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളും മിന്നും ഫോമിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗില്ലിനെ സംബന്ധിച്ച ടീം ഇന്ത്യയുടെ T20 ടീമിലേക്ക് അധികം പെട്ടെന്നൊന്നും തിരികെ എത്താൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം.
200 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന യുവതാരങ്ങൾ അവസരത്തിനായി പുറത്ത് കാത്തു നിൽക്കവേ ഗില്ലിന് മടങ്ങി വരവ് അത്ര എളുപ്പമാകില്ല, പ്രയാസകരമായിരിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം.